ഹായ് നമസ്കാരം, ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഞാനൊരു പുറത്താണ് കേട്ടോ, ഞാൻ വീട്ടിലല്ല, പുറത്താണ്. പക്ഷേ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഈ വീട്ടിലെത്തുമ്പോൾ കുറേ സമയമൊക്കെ ആവും. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സംഭവം ഇതാണ്, വടക്കൻ വീരഗാഥയെക്കുറിച്ച് തന്നെയാണ്. ഈ സിനിമ ഏകദേശം കളക്ഷൻ 3 ദിവസത്തെ കളക്ഷൻ തന്നെ ഏകദേശം 50 ലക്ഷം രൂപ കടന്നിരിക്കുകയാണ്. ഇന്നത്തോടു കൂടി ഏകദേശം ഒരു 65-70 ലക്ഷത്തോളം ഇന്നത്തോടു കൂടി കളക്ഷൻ വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. സാധാരണ മമ്മൂക്കയുടെ റിലീസ് സിനിമകളിൽ ഏറ്റവും ഭേദപ്പെട്ട കളക്ഷനാണ് ഈ സിനിമ. കേരളത്തിലും അതുപോലെ തന്നെ കേരളത്തിൽ ഏകദേശം 150 ഷോകളുള്ളൂ. തൃശ്ശൂർ തന്നെ ഒറ്റ തിയേറ്ററിലില്ല, ഐനോക്സിൽ മാത്രമേ ഉള്ളൂ. രാഗം ജോസ് എന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും ആ തിയേറ്ററിലൊന്നും ഇല്ല സിനിമ. ഞാൻ തന്നെ ഇന്നലെ ഐനോക്സിൽ പോയിട്ടാണ് കണ്ടത്. ഞാൻ സാധാരണ ഐനോക്സിൽ പോയി കാണാത്ത വ്യക്തിയാണ്. അപ്പോൾ വളരെ മോശമാണ്, അതായത് തിയേറ്റർ കൊടുത്തുള്ളത് വളരെ മോശമാണ്. മമ്മൂട്ടി ഫാൻസ്, ചെറുപ്പക്കാരായുള്ള മമ്മൂട്ടി ഫാൻസ് ആരും സിനിമയ്ക്ക് പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സിനിമ കൂടുതൽ കാണുന്നത് ആരാണെങ്കിൽ ഈ സിനിമനെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഈ സിനിമ പണ്ട് തിയേറ്ററിൽ പോയി കണ്ടവർ, അതുപോലെ തന്നെ ഒരു 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ലേഡീസും എന്താ പറയുക ജെൻസുമാണ് ഈ സിനിമയ്ക്ക് കൂടുതൽ. ഫാമിലി ഓഡിയൻസാണ് കൂടുതലുള്ളത്. ചെറുപ്പക്കാരായ മമ്മൂട്ടി ഫാൻസൊന്നും ഈ സിനിമ കാണാൻ പോകുന്നില്ല എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്, അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇത്ര നല്ല സിനിമയായിട്ട് നിങ്ങൾ ടി വിയിൽ ഇരുന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്ര നല്ലൊരു കഥാപാത്രം നിങ്ങൾക്ക് ഏറ്റവും നല്ല മമ്മൂക്കനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് ഏറ്റവും നല്ല സിനിമ, ഈ സിനിമ കഴിഞ്ഞിട്ട് ഏതൊരു സിനിമയുള്ളൂ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ഏത് ജോണറിൽപ്പെട്ട സിനിമയാണ് ഇഷ്ടം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും ഈ സിനിമ നല്ല രീതിയിൽ തന്നെ, ഈ രീതിയിൽ, അതായത് റിലീസിങ് സിനിമ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 1 കോടി രൂപയൊക്കെ കളക്ട് ചെയ്താൽ അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. റിലീസിങ് ആണ്, വളരെ കുറഞ്ഞ തിയേറ്ററിൽ ഉണ്ടാവുള്ളൂ. പിന്നെ പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ചെയ്തതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് മോഹൻലാലിൻ്റെ സിനിമയായുള്ള എമ്പുരാൻ എന്ന സിനിമ 141 കോടി അല്ലെങ്കിൽ 150 കോടി ചെലവ് ചെയ്ത് വരുന്ന സിനിമയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് സുരേഷ് കുമാർ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു വീഡിയോ നമ്മൾ കണ്ടപ്പോൾ അങ്ങനെ ആ ബേസ് ചെയ്ത് പറഞ്ഞാണ്. പക്ഷേ ഈ സിനിമ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പൃഥ്വിരാജ് പറഞ്ഞ, അല്ലെങ്കിൽ ആൻ്റണി പെരുമ്പാവൂരൊക്കെ പറഞ്ഞ തുകയാണ് 150 കോടി എന്നുള്ളത്. അതിൽ ലാലേട്ടൻ്റെയും പൃഥ്വിരാജിൽ നിന്നും വരുമാനം നോക്കാതെ, അവരുടെ ക്യാഷ് നോക്കാതെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് അന്നത്തെ ഇതായിരുന്നു. ഇന്ന് ആ സിനിമ കുറച്ചും കൂടി വലുതായിട്ടുണ്ട്, അന്നത്തേക്കാൾ കൂടുതൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്, കൂടുതൽ കോസ്റ്റ്ലി ആയിട്ടുണ്ട്. മാത്രമല്ല സിനിമ ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 250 കോടി രൂപ ചിലവ് വന്നിരിക്കുന്നുണ്ട് ഇപ്പോൾ എമ്പുരാൻ എന്ന സിനിമയ്ക്ക്. കാരണം കൂടുതൽ നടന്മാരെയും പുറമേയുള്ള നടന്മാരെയും ഒക്കെ കൊണ്ടുവന്നിട്ടാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ്, ഹൈ ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ചിലവുള്ള ഒരു സിനിമയാണ്. 250 കോടി ചിലവ് വന്നിട്ടുണ്ട് സിനിമ. എങ്ങനെ പോയാലും 250 കോടി ചിലവ് വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 500 കോടിയെങ്കിലും കിട്ടാതെ ഈ സിനിമയ്ക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. 500 കോടി എമ്പുരാന് കിട്ടുമോ എന്ന് കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഏതായാലും കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവർക്കും നല്ല ദിവസം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ, തൃശ്ശൂരിൽ നിന്നും.